ദാസേട്ടാ, ഇന്നലെ കുടുംബക്കാരെ കൂടെ നേരത്തെ എവിടെ പോകുന്നുണ്ട്, വണ്ടിയിലൊക്കെ കയറിയിട്ട് പോകുന്നുണ്ട്. അച്ഛൻ്റെ ശ്രാദ്ധമാണ്. അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ കുടുംബക്കാർ വേറെഞ്ചും മറ്റേ കൂടി ചേർന്നിട്ട് ഒരു ഒത്തുകൂടൽ, ഒരു ഒന്നിച്ചിരുന്നൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു ഇതിലേക്ക് മാത്രമായിട്ട് പോയതാണ്. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഇത് എത്ര മണിക്ക് എത്തി? ഒരു 8-8 തിരിച്ചെത്തുമോ? അതെ, എത്തിക്കും. ഓക്കെ. ചാമനേട്ടാ, ഓ എന്താ നേരത്തെ കട അടച്ചാ? നേരത്തെ കടയടച്ചാ, കടയിലെ വിറകൊക്കെ കഴിഞ്ഞു. അപ്പൊ വിറകുണ്ടാക്കാൻ വന്നാണ്ടാ. പ്രമോദേ, ഗിരീഷേട്ടാ, ദാസേട്ടാ, നിങ്ങൾ ചെയ്ത് ശരിയായില്ലേട്ടോളെ. മൂപ്പൻ്റെ അച്ഛൻ്റെ ശാർദ്ധത്തിന് നമ്മൾ വിളിച്ചില്ല. ഞാൻ മണിയായിട്ട് നമ്മൾ ബന്ധം എന്താണെന്നറിയും. മണിയായിട്ട് എൻ്റെ ഒരു മകനെ പോലെ കാണുന്നത്. ആ മണിയായിട്ട് ശാർദ്ധത്തിന് മൂപ്പരെ വിളിച്ചില്ല. എത്ര വിഷമമുണ്ടെന്നറിയാം. ശരിയല്ലേ? എന്തായാലും ചെറിയൊരു ഫംഗ്ഷൻ ഏട്ടനേജന്മാർ കൂടി ചേർന്നിട്ട് നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും ദാസേട്ടാ, നിങ്ങൾ ചെയ്ത് ശരിയല്ലേ. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് മണിയായിട്ട് പറഞ്ഞ അത്ര സ്നേഹം. അയാളുടെ ഫോട്ടോത്തിൽ ഒന്ന് പൂടാൻ വേണ്ടിയിട്ട് അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ട. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട പറയേ. പ്രമോദേ, ഞാൻ അത് ഉദ്ദേശിച്ചില്ല, നീ സങ്കടപ്പെടണ്ട. വേണ്ട ദാസേട്ടാ, എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും വേറെ കാര്യം ചെയ്യാം. ഇനി ചത്താലും പറ്റാൻ നമുക്ക് യാതൊരു ബന്ധവും വേണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ എൻ്റെ വീട്ടിലേക്കും വരില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കും വരില്ല. ശരി. അപ്പോൾ ചാമനേട്ടാ, ശരി. അപ്പോൾ എന്താ ഗിരീഷ് ചേട്ടാ, ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടോ? എടാ, ആ പോയ ചെക്കനെ പറ്റി എനിക്ക് വല്ലതും അറിയോ? എടാ, അവൻ്റെ വീട്ടിൽ 5 പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു, അവൻ്റെ പുരതാമസം കഴിഞ്ഞു, അവൻ്റെ കുട്ടിൻ്റെ പിറന്നാൾ കഴിഞ്ഞു. ഇതിനൊക്കെ 5.5 പവൻ 6 പവൻ സ്വർണ്ണം ഈ ദാസൻ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ദാസൻ്റെ മകളുടെ കല്യാണം വരികയാണ് അടുത്ത മാസം. അതിന് അവൻ ഈ പൈസയും സ്വർണവും മുഴുവൻ തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എന്താണ്? ഇനിയിപ്പോൾ അവൻ പണയിൽ പോയില്ലേ? ഈ ദാസൻ്റെ മകളുടെ കല്യാണത്തിന് അവന് വിളിക്കുമോ? വിളിക്കില്ല. അവൻ കല്യാണത്തിന് വരികയും വേണ്ട, ദാസൻ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കുകയും വേണ്ട. അവൻ ആ പൈസ മുഴുവൻ ലാഭവും കിട്ടി. അതിനു വേണ്ടി അവൻ വേണം വെച്ച് പണയിൽ പോയതാണ്ടാ. നമ്മുടെ ആൾക്കാരുടെ ഒരു പുത്തി നോക്കടാ.